Welcome to Dots Academy. നമുക്ക് ഇന്ന് SSC CGL 2021 അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ അറിയേണ്ടത് ഏത് വെബ്സൈറ്റിലാണ് നമ്മൾ നോക്കുന്നത് അപ്ലൈ ചെയ്യാനായിട്ട്. The website is ssc.nic.in. പിന്നെ നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് സബ്മിഷൻ ആണ്. അതായത് ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണെന്നുള്ളത്. ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ജനുവരി 23, 2022 ജനുവരി 23 ആണ്. അതായത് ഈ മാസം 23-ാം തീയതി ആകുമ്പോഴേക്കും ഡേറ്റ് ഓഫ് സബ്മിഷൻ ആകും. ആപ്ലിക്കേഷൻ അയച്ചിരിക്കണം ആ സമയമാകുമ്പോഴേക്കും. അതേസമയം ഇത് ആപ്ലിക്കേഷൻ ഫോം അഥവാ നോട്ടിഫൈ ചെയ്ത ഡേറ്റ് ആണ്. ദാറ്റ് ഈസ് 23/12/2021. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈപ്പ് ഓഫ് റിസീറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് നേരത്തെ പറഞ്ഞ തന്നെ 23 ജനുവരി 2022 ആണ്. ടൈം കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് 11:30 PM. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ മേക്കിംഗ് ഓൺലൈൻ ഫീ പേയ്മെന്റ്. ഓൺലൈൻ ഫീ പേയ്മെന്റ് ആണെങ്കിൽ കുറച്ചും കൂടി എക്സ്റ്റൻഷൻ നമുക്ക് സമയം കിട്ടുന്നുണ്ട്. 25/1/2022 വീണ്ടും 11:30 PM ആണ്. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ ജനറേഷൻ ഓഫ് ഓഫ്ലൈൻ ചലാൻ. ഇനി ഓഫ്ലൈൻ വഴിയാണ് എങ്കിൽ 26/1 വരെ നമുക്ക് സമയമുണ്ട്. ദെൻ ലാസ്റ്റ് ഡേറ്റ് ഓഫ് പേയ്മെന്റ് ത്രൂ ചലാൻ ഡ്യൂറിംഗ് വർക്കിംഗ് അവേഴ്സ് ഓഫ് ബാങ്ക് ആണ്. അഗെയിൻ ഇറ്റ് ഇസ് 27 ജനുവരി വരെ സമയമുണ്ട്. ഈ സമയമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് എന്തായാലും അപ്ലൈ ചെയ്തിരിക്കണം. കാരണം ലാസ്റ്റ് ഡേറ്റ് അടുക്കും തോറും വെബ്സൈറ്റ് ഹാങ് ആകാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. സോ ഡോണ്ട് എവർ വെയിറ്റ് ഫോർ ദി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദി സബ്മിഷൻ. അതേപോലെ ഡേറ്റ്സ് ഓഫ് വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഫോമിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സമയം തന്നിരിക്കുന്നത് 28/1 to 1/2 ഫെബ്രുവരി 1-ാം തീയതി വരെയാണ് സമയം. വീണ്ടും 11:30 PM ആണ് സമയം പറഞ്ഞിരിക്കുന്നത്. Then this is very important. Schedule of computer based examination. Tier 1 exam പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ 2022 എക്സാം കലണ്ടറിൽ 22 ഏപ്രിൽ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഏപ്രിൽ 2022 ഇപ്പം എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷനിൽ അഥവാ ആപ്ലിക്കേഷന്റെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത്. ഡേറ്റ് ഓഫ് Tier 2 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം തന്നെയായിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ Tier 3 അത് പിന്നീട് പറയുന്നത്. ടു ബി നോട്ടിഫൈഡ് ലേറ്റർ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ട കാര്യം ഇത് നോട്ടിഫിക്കേഷൻ തന്നെയുള്ള സ്ക്രീൻഷോട്ട്സ് ആണ്. നോട്ടിഫിക്കേഷനിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അറിയേണ്ടത് ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് ഈസ് SSC എക്സാം ആണ് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നത്. ശരിക്കും ഇറ്റ് ഫിൽസ് അപ്പ് ദി വേക്കൻസീസ് ഫോർ ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി. SSC CGL എക്സാംസ് ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കാണ്. പ്ലം പോസ്റ്റ് ആണ്, പ്രസ്റ്റീജിയസ് പോസ്റ്റ് ആണ്. ഡിഫറെന്റ് മിനിസ്ട്രീസ്, departments, organization of government of India, various constitutional bodies, statutory bodies, tribunals, അതിലെല്ലാം ഫില്ലപ്പ് ചെയ്യുന്നത് SSC CGL വഴിയാണ്. ഇനി അടുത്ത കാര്യം നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് നിയമനം നടക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് പോസ്റ്റ് ഉണ്ട്. നമുക്ക് ഇതിലിപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വയസ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ലാസ്റ്റ് ഏജ് ലിമിറ്റ് എത്രയാണെന്നുള്ളത്, പ്രത്യേകിച്ച് ഇത് എപ്പോൾ തുടങ്ങുന്നുള്ളതിനേക്കാളും നമുക്ക് ഫൈനൽ ഏജ് ലിമിറ്റ് എത്രയാണെന്നുള്ളത് നോക്കാം. 30 years വരെയാണ് ഈ പറയുന്ന എല്ലാ പോസ്റ്റുകളിലേക്കും നിയമനം നടക്കുന്നത്. അറൌണ്ട് 14 പോസ്റ്റ് ഉണ്ട്. നോട്ട് അറൌണ്ട് 14 പോസ്റ്റ്, ആക്ച്വലി 14 പോസ്റ്റ് ഉണ്ട്. 14 പോസ്റ്റിലും 30 years വരെയാണ് നിയമനം നടക്കുന്നത്. ആൻഡ് ഗ്രൂപ്പ് ബി ഗസറ്റഡ് ആണ് എക്സെപ്റ്റ് ഒരെണ്ണം ഒഴിച്ച്, ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് ഒഴിച്ച് ബാക്കിയെല്ലാം ഗ്രൂപ്പ് ബി പോസ്റ്റുമാണ്. ഓക്കെ, സോ അതിനകത്ത് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കിയാൽ നേരത്തെ പറഞ്ഞു വേരിയസ് മിനിസ്ട്രി ആണ്, ഡിപ്പാർട്ട്മെന്റ് ആണ്, കാഡർ ആണ്, ഓഫീസ് ആകാം. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നുണ്ട്, സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ വരുന്നുണ്ട്, IB ഇന്റലിജൻസ് ബ്യൂറോയിൽ വരുന്നുണ്ട്, മിനിസ്ട്രി ഓഫ് റെയിൽവേ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ദെൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അതർ മിനിസ്ട്രി സ്പെസിഫൈ ചെയ്തിട്ടില്ല, ഡയറക്ട് ടാക്സസ്, CBIC, ഇങ്ങനെ ഒരുപാട് മിനിസ്ട്രിയിലേക്കും പോസ്റ്റ് ഇസ് ഓൾസോ മെൻഷൻ. ഇതിലെല്ലാം തന്നെ നിയമനം നടക്കുന്നത് SSC വഴിയാണ്, SSC CGL വഴിയാണ്. Now let us see the next one, that is ബാക്കി വരുന്ന 14 പോസ്റ്റാണ് നമ്മൾ അവിടെ കണ്ടത്. Now 15 to 28 പോസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് 30 years ആണ് ഏജ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്. 32 years വരുന്നത് ഒരേ ഒരു പോസ്റ്റ് മാത്രമാണ്. അത് JSO എന്ന് പറയും, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എക്സാം. അഗൈൻ ദാറ്റ് ഈസ് ഓൾസോ ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്. ദെൻ പിന്നെ ഈ 27, 28, 27ാമത്തെയും 28ാമത്തെ സീരിയൽ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ സോ ഇവിടെ നമ്മൾ മിനിസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തരവും ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഉണ്ട്, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് ഉണ്ട്, CBI ഉണ്ട്, ദെൻ
നാഷണൽ കമ്പനി ലോ അപ്പലേറ്റഡ്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വരുന്നുണ്ട്, C&AG വരുന്നുണ്ട്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, CAG അഗെയിൻ. സോ ഒരുപാട് മിനിസ്ട്രിയിലേക്കും ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സിലേക്കും വരുന്നുണ്ട്. ആൻഡ് ദെൻ അത് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം 29 to 36. ഇവിടെയും ഇത് തന്നെയാണ്, ഏജ് ലിമിറ്റ് ഒരു പ്രശ്നമാണ്. 27 ഇയേഴ്സ് വരെയാണ് എഴുതാൻ പറ്റുന്നത്. 27 ഇയേഴ്സ് വരെ മാത്രമേ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് ആളെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ അതിനകത്തും വരുന്നത് അതായത് മേജർ ഗ്രൂപ്പ് സി പോസ്റ്റുകളെല്ലാം തന്നെ, ഇതെല്ലാം ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്. ഈ 27 ഇയേഴ്സ് എന്ന് പറയുന്നത് എല്ലാം ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്. ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ വയസ്സൊരു ലിമിറ്റേഷൻ ആണ്. 27 ഇയേഴ്സ് വരെ മാത്രമേ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് സാധിക്കുള്ളൂ. സോ ഹിയർ ഓൾസോ യു ഫൈൻഡ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ്, then information technology, CBDT, CBIC, Central Bureau of Narcotics, post tax assistant, sub inspector, UDC, accountant, junior accountant, ഇതൊക്കെ വരുന്നത് ഈ ഒരു ഗ്രൂപ്പിലാണ്. അതായത് 36 പോസ്റ്റോളം ഉണ്ട്. 36 പോസ്റ്റ് ആണ് നമ്മുടെ CGL അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, SSC CGL വഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. Now see here the note 1. Note 1 എന്താ പറയുന്നത്? Commission makes the final allotment of posts on the basis of merit cum preference. അപ്പം നമ്മൾ ഇതിനകത്ത് പ്രിഫറൻസ് പറയണം, ഇതിലേത് പോസ്റ്റ് ആണ് നമുക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളതെന്നുള്ളത്. പിന്നെ അതിനുള്ള മെറിറ്റ്, ആ കട്ട് ഓഫ്, ആ പോസ്റ്റിലേക്കുള്ള കട്ട് ഓഫ് ക്ലിയർ ചെയ്യുവാണെങ്കിൽ മാത്രമേ ആ പോസ്റ്റിലേക്ക് ആ കാൻഡിഡേറ്റിനെ കൺസിഡർ ചെയ്യുള്ളൂ. അത് ക്ലിയർ ചെയ്യാനുള്ള മാർക്സോ അല്ലെങ്കിൽ ആ പോസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യാനുള്ള മാർക്സോ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ ആ പോസ്റ്റ് കൺസിഡർ ചെയ്യില്ല, നിങ്ങൾ അടുത്ത പ്രിഫറൻസ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. And once a post is allotted, no change of post will be made by the commission. So that is also very important. Change of post possible alla. We'll see the next. Now, preference, while giving preference of post at the time of document verification. So, nammal preference of post kodukkunnathu at the time of document verification aanu, or as and when required by the commission. Allengil commission parayum enna ee samayathanu kodukkendathennullathu. Adu eppo koduthalum sheri, the candidates may note that there are a few posts like inspector, central excise, examiner, preventive officer, inspector and sub-inspector in CBN, that is narcotics, sub-inspector in CBI and NIA, etc., which have specific requirement of physical standards, physical test and medical standards. So, ingane ee medical standards and physical standards ulla edanum chila postugal undu, like inspector, adeypole sub-inspector in CBN, CBI, okay. അതിൽ പറയുന്ന കാര്യം, candidates must ensure that they fulfill all the requirements of the post before giving their preferences or options for such post. അപ്പോൾ ഇങ്ങനെയുള്ള പോസ്റ്റുകൾക്ക് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ കാൻഡിഡേറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഇതിനൊക്കെ ഫിസിക്കലി ഫിറ്റ് ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. അതിൽ മെഷർമെന്റ് ഓഫ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ പറയുന്നുണ്ട്, അത് ആ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക പ്രിഫറൻസ് കൊടുക്കുന്നതിന് മുമ്പ്. Next we'll see age limit. This is very important. നമ്മൾ 27 ഇയേഴ്സും 32 ഇയേഴ്സും 30 ഇയേഴ്സും ഒക്കെ കണ്ടു. ഈ ഏജ് ലിമിറ്റ് എന്ന് മുതലാണ് കണക്കാക്കുന്നത് ചോദിച്ചാൽ ആസ് ഓൺ 1/1/2022, 2022 ജനുവരി 1 ഈ ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത്, കൺസിഡർ ചെയ്യുന്നത്. So let us see, 18 to 27 ഇയേഴ്സ് വരെയുള്ള പോസ്റ്റ് ആണെങ്കിൽ the candidates must have been born not earlier than 2nd 1/1995 and not later than 1/1/2004. ഈ കട്ട് ഓഫ് ഡേറ്റ്സ് ഓർത്ത് വയ്ക്കുക. 95-ലും 2004-നും ഇടയിലുള്ളതായിരിക്കണം, മാസവും ദിവസവും ഒക്കെ കറക്റ്റ് ആയിരിക്കണം. ഫോർ ദ പോസ്റ്റ് ഓഫ് വിച്ച് ഏജ് ലിമിറ്റ് ഇസ് 20 to 30 ഇയേഴ്സ്. 20 to 30 ഇയേഴ്സ് ആണെങ്കിൽ ഏജ് ലിമിറ്റ് വിഡ്ത്ത് വിൻഡോ പറയുന്നത് 2/1/1992 to 1/1/2002 ആണ് പറയുന്നത് കട്ട് ഓഫ് ഡേറ്റ്സ്. ദെൻ 18 to 30 ഇയേഴ്സ് ആണെങ്കിൽ 2/1/1992 and not later than 1/1/2004. For the post for which age limit is 18 to 32 years ആണെങ്കിൽ 2 വർഷം കൂടി കൂടും. So that is 1/1/2004 and 2/1/1990 ആണ് പറയുന്നത്. Okay, so these are the age limits. Now relaxation ഉണ്ട്, upper age limit ൽ relaxation ഉണ്ട് according to the category. So scheduled caste, scheduled tribe ആണെങ്കിൽ 5 years relaxation ഉണ്ട്, OBC ആണെങ്കിൽ 3 years relaxation ഉണ്ട്. As usual, any government exam ഉള്ളതുപോലെ തന്നെ റിലാക്സേഷൻ നമുക്ക് ഇതിൽ കാണാൻ പറ്റും SSC എക്സാമിന്. Now process of certification and format of certificates കുറിച്ചാണ് പറയുന്നത്. Candidates who wish to be considered against reserved vacancies or seek age relaxation must submit requisite certificate from the competent authority
in the prescribed format when such certificates are sought by the concerned regional office at the time of skill test or document verification. അപ്പം എന്നൊക്കെയാണോ ആ പറയുന്ന റീജിയണൽ ഓഫീസ്, അതായത് ഇപ്പം കേരള കർണാടക, നമ്മളത് KKR റീജിയൻ ആണ് വരുന്നത്, കേരളത്തിന് അപ്ലൈ ചെയ്യുന്ന ആൾക്ക് KKR റീജിയനിൽ എന്നാണോ അവർ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറയുന്നത്, പ്രസന്റ് ചെയ്യാൻ പറയുന്നത്, ആ സമയത്ത് ഇത് പ്രസന്റ് ചെയ്തിരിക്കണം. അത് സ്കിൽ ടെസ്റ്റിന്റെ സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിരിക്കും. സോ ദാറ്റ് ഇസ് ഡിസൈഡഡ് ബൈ ദം. അറ്റ് ദാറ്റ് ടൈം ഇറ്റ് ഷുഡ് ബി പ്രസന്റഡ്. ഇതും only for those who wish to be considered against reserved vacancy. റിസർവേഷൻ ആവശ്യമുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെയൊരു കേസ് വരുന്നത്. ഏജ് റിലാക്സേഷൻ ആവശ്യമുള്ളവർക്ക് ഇങ്ങനെയൊരു കേസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ otherwise they claim for SC, ST, OBC, EWS, PWD, ESM category will not be entertained and their candidature or application will be considered under UR, unreserved ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ അത് അങ്ങനെ സർട്ടിഫിക്കറ്റ് പ്രസന്റ് ചെയ്തില്ല എങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിലായിരിക്കും അയാളെ പെടുത്തുന്നത്. ഇനി ഫോമാറ്റ് എന്താണെന്നുള്ളത് അനക്സിൽ കൊടുത്തിട്ടുണ്ട്. ആർ അനക്സ്ഡ് വിത്ത് ദ നോട്ടീസ് ഓഫ് ദിസ് എക്സാമിനേഷൻ. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി, നിങ്ങൾ നോട്ടിഫിക്കേഷന്റെ എൻഡ് ഒന്ന് എടുക്കുവാണെങ്കിൽ യു വിൽ ഫൈൻഡ് ദിസ് ഫോം. ആ പെർട്ടിക്കുലർ ഫോമാറ്റിൽ വേണം നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവാൻ. അടുത്തത് ക്രൂഷ്യൽ ഡേറ്റ് ഫോർ ക്ലെയിം ഓഫ് SC, ST, OBC, EWS and PW status or any other benefit for fee concession, reservation, age relaxation, etc. were not specified otherwise will be closing date of receipt of online application 23/1/2022. അതായത് 23 ജനുവരി, അതാണ് ലാസ്റ്റ് ഡേറ്റ്. ഈ ലാസ്റ്റ് ഡേറ്റിൽ കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കൈവശം വെക്കേണ്ടത്. അത് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് മാത്രം പ്രസന്റ് ചെയ്താൽ മതി. ഇതിപ്പം ജസ്റ്റ് കയ്യിൽ മാത്രം വെച്ചാൽ മതി. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ 23 ജനുവരിക്കുള്ളിലായിട്ട് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിരിക്കണം എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. സോ ഇഫ് യു വാണ്ട് ദിസ് ക്ലെയിം ഫോർ റിസർവേഷന്റെ ക്ലെയിം ആവശ്യമുള്ളവർ ഈ പറയുന്ന ഡേറ്റ്, ഈ കട്ട് ഓഫ് ഡേറ്റിനകത്ത് ഇങ്ങനെയുള്ള റിസർവ്ഡ് കാറ്റഗറിയിൽ പെട്ടതാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കൈവശം വെച്ചിരിക്കണം. A person seeking appointment on the basis of reservation to OBC must ensure that he possesses the caste or community certificate and does not fall in creamy layer on the crucial date. OBCയുടെ മാത്രമായിട്ട് പ്രത്യേകം എടുത്തു പറയുവാണ്. നോൺ ക്രീമി ലെയർ, OBC നോൺ ക്രീമി ലെയറിൽ പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ഈ കട്ട് ഓഫ് ഡേറ്റിന്റെ അകത്ത് ഈ OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കേണ്ട ഒരു വ്യക്തിയാണ്. കട്ട് ഓഫ് ഡേറ്റിനകത്ത്, അതായത് 23/1/2022 ആകുമ്പോഴേക്കും. പക്ഷെ ഇത് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത് ഓൺലി ഡ്യൂറിങ് സ്കിൽ ടെസ്റ്റ് ഓർ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഓർ ആസ് ആൻഡ് വെൻ ആസ്ക്ഡ് ബൈ ദി SSC. Any candidate may also note that in respect of the above, the candidature will remain provisional till the veracity of the concerned document is verified by the appointing authority. സോ ഈ പറയുന്ന ഡോക്യുമെന്റ് നമ്മൾ കറക്റ്റ് സമയത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിനനുസരിച്ച് കിട്ടുകയോ ചെയ്തില്ല എങ്കിൽ കാൻഡിഡേച്ചർ പ്രൊവിഷണൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് കറക്റ്റ് സമയത്ത് ആ ഡേറ്റിനകത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. Next, essential qualification, educational qualification. This is very important. Assistant Audit Officer exam എഴുതാൻ പോകുന്ന ഒരാൾക്ക് essential qualification ഡിഗ്രി ആണ്, bachelor's degree from a recognized university or institute. Desirable qualification പറയുന്നത്, desirable essential അല്ല, ഉണ്ടായാൽ നല്ലത്. Desirable qualification chartered accountant or cost and management accountant or company secretary or masters in commerce or masters in business studies or MBA, masters in business administration finance ആകാം, or masters in business economics. അടുത്തത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആണ്. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകം എടുത്ത് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് അറ്റ്ലീസ്റ്റ് 60% മാർക്സ് ഇൻ മാത്തമാറ്റിക്സ് അറ്റ് 12th സ്റ്റാൻഡേർഡ്. 12th സ്റ്റാൻഡേർഡിൽ 60% മാർക്സ് എങ്കിലും മാത്തമാറ്റിക്സിൽ കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വൺ ഓഫ് ദി സബ്ജക്ട്സ് അറ്റ് ഡിഗ്രി ലെവൽ. ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ്, പക്ഷെ ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. സബ്ജക്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് JS കൂടി അപ്ലൈ ചെയ്യാവുന്നതാണ്.
വേറൊരു പോസ്റ്റ് അതുപോലെ ചോദിക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട്, ഏതെങ്കിലും സബ്ജക്റ്റിലാണ്, പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വൺ ഓഫ് ദി സബ്ജക്ട് ഫ്രം എ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. സോ ഡിഗ്രിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരിക്കണം ആസ് എ സബ്ജക്ട്, പഠിച്ചിരിക്കണം എന്നല്ല സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ദ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് statistics as a subject in all the 3 years or all the 6 semesters of the graduation course. That is very important. All the 6 semesters of the graduation course statistics പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ statistical investigator അപ്ലൈ ചെയ്യും. ഇനി ബാക്കി മറ്റ് പോസ്റ്റുകളിലെല്ലാം തന്നെ നമ്മളിപ്പോൾ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറും JSOയും അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററുമാണ് കണ്ടത്. ബാക്കി പോസ്റ്റുകളിലെല്ലാം തന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ആകെ ഇത് മാത്രമേ ഉള്ളൂ, ബാച്ചിലേഴ്സ് ഡിഗ്രി ആയിരിക്കണം ഫ്രം എ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലന്റ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ദ കാൻഡിഡേറ്റ്സ് മസ്റ്റ് പൊസസ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഓൺ ഓർ ബിഫോർ ദ ക്ലോസിംഗ് ഡേറ്റ് ഫോർ റിസീറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, ദാറ്റ് ഇസ് 23/1/2022. ഫൈനൽ ഇയറിലെ സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ക്വാളിഫിക്കേഷൻ 23/1/2022 ആകുമ്പോഴേക്കും നമുക്ക് കിട്ടിയിരിക്കണം, ഡിഗ്രി ക്വാളിഫൈഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഹൗ ടു അപ്ലൈ? Applications must be submitted only in online mode at the website of SSC headquarters. So that is ssc.nic.in website le kera online mode le apply cheyyum. And for detailed instructions annexure 3 ലും annexure 4 ലും പറയുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത്. You'll get a model, ഒരു മോഡൽ കിട്ടും നമുക്ക്, ഒരു ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത്. The sample pro forma of a one-time registration and online application form are attached as Annexure 3A, Annexure 4A, sample pro forma കിട്ടും, sample application കിട്ടും. In the online application form, candidates are required to upload the scanned color passport size photograph in JPG format. Format നമ്മൾ ശ്രദ്ധിക്കുക 20 KB to 50 KB ആണ് പറയുന്നത്. കളർ ഫോട്ടോഗ്രാഫ് ആണ് പറയുന്നത്. This is very very important. ഇല്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും. The photograph should not be more than 3 months old from the date of publication of the notice of examination. 3 മാസത്തിനുള്ളിടത്ത് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ഇമേജ് ഡയമെൻഷനും പറയുന്നുണ്ട്. ഇറ്റ് ഈസ് അബൌട്ട് 3.5 സെന്റിമീറ്റർ വിഡ്ത്തും 4.5 സെന്റിമീറ്റർ ഹൈറ്റും ആണ് പറയുന്നത്. ക്യാപ്പ് ഉണ്ടാവാൻ പാടില്ല, സ്പെക്ടക്കിൾസ് ഉണ്ടാവാൻ പാടില്ല. ബോത്ത് ഇയേഴ്സ് ഷുഡ് ബി വിസിബിൾ. ഇമ്പോർട്ടന്റ് ആണ്. സ്പെക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെക്സ് അഴിച്ചു മാറ്റിയിട്ട് ഫോട്ടോഗ്രാഫ് എടുക്കുക. If the proper photograph is not uploaded by a candidate, his candidature will be cancelled. Very important. Specimen of photographs which are acceptable or not acceptable is given at Annexure 5. Notification എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് Annexure 5 ൽ പല ഫോട്ടോഗ്രാഫ്സ് കാണാൻ പറ്റും. ഏതാണ് തെറ്റ് ഏതാ ശരി എന്നൊക്കെ അവർ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. Last date we have already mentioned 23/1. Candidates are advised in their own interest to submit the online application much before the closing date and not to wait till the last date to avoid the possibility of disconnection or inability or failure to log in to the SSC website on account of heavy load on the website during the closing days. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 23/1 വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എത്രയും നേരത്തെ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്യാം. കുറച്ച് കഴിയുമ്പം ഡിസ്കണക്ഷൻ പ്രോബ്ലം ഉണ്ടാകും, ഹാങ് ആകും, വെബ്സൈറ്റ് ഒരുപാട് ലോഡ് ഉണ്ടായാൽ ബുദ്ധിമുട്ടാകും. യു വിൽ നോട്ട് ബി ഏബിൾ ടു അപ്ലൈ. അത് മാത്രമല്ല, the commission will not be responsible for the candidates not being able to submit their applications within the last date. So SSC will not be responsible already എഴുതിയിട്ടുണ്ട് if you couldn't apply. Now application fee എത്രയാണെന്ന് ചോദിച്ചാൽ it is 100 rupees. Women candidates and candidates belonging to scheduled caste, scheduled tribe, persons with disabilities, ex-servicemen eligible for reservation are exempted from payment of fee. ഇവർക്ക് ഫീ പേയ്മെന്റ് ഇല്ല, ഫ്രീ ആണ്. Fees can be paid online through Beam UPI, net banking using Visa, Mastercard, Maestro, RuPay Credit, all the other things, or at SBI branches. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് സെന്റർ ഓഫ് എക്സാമിനേഷൻ ആണ്. എക്സാമിനേഷൻ സെന്റർ കേരളത്തിലുള്ളത് എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം. നമുക്ക് 7ഓളം സെന്റേഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ KKR റീജിയനിലെ റീജിയണൽ ഡയറക്ടർ അതിന്റെ അഡ്രസ്സും തന്നിട്ടുണ്ട്. സോ KKR റീജിയൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ റീജിയനാണ് പെടുന്നത് നോക്കുക. കർണാടക, കേരള, ലക്ഷദ്വീപ്,
ഈ റീജിയൻസ് ഒക്കെ പെടുന്നുണ്ട്. A candidate has to give options for 3 centers. So ഒരു സെന്ററിലല്ല ഓപ്ഷൻസ്, ഒരു സെന്റർ അല്ല ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്ന 3 സെന്റേഴ്സ് ആണ്. ആൻഡ് ദാറ്റ് ഇൻ ദി ഓർഡർ ഓഫ് പ്രയോറിറ്റി. പ്രയർ പ്രിഫറൻസ് വെച്ചിട്ട് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു സെന്റർ കൊടുക്കുക, അതിനുശേഷം 2 സെന്റേഴ്സും കൂടി കൊടുക്കണം. Within the same region, ഒരേ റീജിയനിൽ no request for change of center will be considered later under any circumstances. So സെന്റർ ചേഞ്ച് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് സെന്റർ അപ്ലൈ ചെയ്യാം. Now, scheme of examination നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം the examination SSC CGL ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് 4th years ആണ്. 4 stages ആണ്. 4th years of examination ഉണ്ട്. Tier 1 computer based examination ആണ്. Tier 2 also is computer based. Tier 3 pen and paper mode ആണ്, അതായത് descriptive paper ആണ്. Tier 4 എന്ന് പറയുന്നത് computer proficiency test ആണ്, അല്ലെങ്കിൽ data entry skill test എന്ന് പറയും. ഓരോ പോസ്റ്റിനും വ്യത്യാസമുണ്ട്. Then മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, tentative answer keys of the computer based examinations will be placed on the website of the commission. After the examination, candidates may go through the answer keys and submit online representations, if any, within the stipulated time limit on payment of ₹100 per question. നമ്മൾ എക്സാം കൊടുത്തതിന് ശേഷം അവർ ആൻസർ കീ പബ്ലിഷ് ചെയ്യും, ടെൻറ്റേറ്റീവ് ആൻസർ കീ പബ്ലിഷ് ചെയ്യും. എവിടെയെങ്കിലും നമുക്ക് ഒന്ന് കൺടെസ്റ്റ് ചെയ്യണം, ചലഞ്ച് ചെയ്യണം, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യണമെങ്കിൽ ഓരോ ക്വസ്റ്റ്യന് ₹100 പേ ചെയ്തിട്ട് ചലഞ്ച് ചെയ്യാവുന്നതാണ്. ആൻസർ കീസ്, നമ്മുടെ ആൻസർ കീ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അവരുടെ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ടോ, നമ്മൾ ഏതൊക്കെ ആൻസർ കീ ശരിയായിട്ട് ആൻസർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ആൻസർ കീസ് റെസ്പോൺസ് ഷീറ്റ് വരും. ആ റെസ്പോൺസ് ഷീറ്റിൽ നോക്കിയിട്ട് നമുക്ക് എത്ര സ്കോർ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റോ മാർക്സ് എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണിത്. അതുപോലെ എന്തൊക്കെ മിസ്റ്റേക്സ് നമ്മൾ കമ്മിറ്റ് ചെയ്തു എക്സാം സമയത്ത്, നമ്മൾ ശരിയെന്ന് വിചാരിച്ച് ക്ലിക്ക് ചെയ്ത ബട്ടൺ മാറിപ്പോയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് റെസ്പോൺസ് ഷീറ്റ് ചെക്ക് ചെയ്യാന്നുള്ളത്, റെസ്പോൺസ് ഷീറ്റ് അനലൈസ് ചെയ്യാന്നുള്ളത്. No provision for re-evaluation or rechecking of the scores. That is very important. അങ്ങനെ ഒരു സ്കോറോ റീവാലുവേഷനോ റീചെക്കിങ്ങോ ഒന്നും തന്നെ പോസിബിൾ അല്ല. സ്കോറിൻ്റെതാണ് കേട്ടോ, ആൻസർ കീൻ്റെതല്ല. സ്കോറിന്റെ റീവാലുവേഷനോ സ്കോറിന്റെ റീചെക്കിങ്ങോ ഒന്നും പോസിബിൾ അല്ല. ഇനി Tier 1 and Tier 2 എക്സാമിനേഷന്റെ സ്കീം നമുക്ക് നോക്കാം. കാരണം ഇത് രണ്ടും ഒബ്ജക്റ്റീവ് എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. Tier 1 നമുക്ക് 4 ഭാഗങ്ങളാണുള്ളത്. 4 parts: general intelligence and reasoning, general awareness, quantitative aptitude and English comprehension. അതിൽ general intelligence and reasoning 25 questions, general awareness 25 questions, general aptitude 25 questions, English comprehension 25 questions. അതേസമയം മാർക്സ് വരുന്നത് 50 ഈച്ച് ആണ് വരുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം വെച്ചിട്ടാണ്. ആൻഡ് സമയമാണെങ്കിൽ നമുക്ക് 1 hour ഉള്ളൂ. സോ ദിസ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വരുന്ന 100 ക്വസ്റ്റ്യൻസിന് വി ഗെറ്റ് ഓൺലി 60 minutes. അതായത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 1 minute പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. സോ സ്പീഡ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ടൈം മാനേജ്മെന്റ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. SSC എക്സാമിനേഷന് നമുക്ക് ചെയ്യാൻ അറിയും എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, എത്ര സമയത്തിനകത്ത് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. നെക്സ്റ്റ് Tier 2. Tier 2 ഒരു സാധാരണ JSO അപ്ലൈ ചെയ്യാത്ത ഒരാൾ, അതേപോലെ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറിന് കോൾ കിട്ടാത്ത ഒരാൾ, അങ്ങനെയുള്ളവർക്കെല്ലാം ആകെ 2 പേപ്പറേ Tier 2 എഴുതുള്ളൂ. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, ദാറ്റ് ഇസ് മാത്സ്. സെക്കൻഡ് പേപ്പർ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ആണ്. ജനറലി ഇതൊരു ദിവസമാണ് നടക്കുന്നത്. 100 ക്വസ്റ്റ്യൻസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, പക്ഷേ മാർക്സ് 200 മാർക്സ് ആണ്. ഇത് Tier 1 ക്ലിയർ ചെയ്ത ഒരാൾക്ക് മാത്രമേ Tier 2 എൻട്രി ഉള്ളൂ. ടൈം കുറച്ചും കൂടി ഉണ്ട്, ദാറ്റ് ഇസ് 2 hours. സോ വി ഗെറ്റ് 120 minutes. പക്ഷേ 120 minutes ആണ്, ക്വസ്റ്റ്യൻ 100 ആണ്. ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷനിൽ ക്വസ്റ്റ്യൻ നമ്പർ കൂടുതലാണ്, 200 ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ മാർക്സ് 200 ആണ്. അതായത് ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്. ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി മാത്സിലാണെങ്കിൽ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതമാണ് വരുന്നത്. അഗെയിൻ 2 hours. ഇംഗ്ലീഷ് എഴുതാനും നമുക്ക് 2 hours ആണ് വരുന്നത്. They are not described. Yes, 2 hours ആണ്. 2 hours ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷന് വരുന്നത്. ആൻഡ് ദെൻ കംസ് സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പർ. ഇതെന്ന് പറയുന്നത് JSO അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക്, അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 അപ്ലൈ ചെയ്യുന്നവർക്കാണ് ഈ ഒരു എക്സ്ട്രാ പേപ്പർ വരുന്നത്. അതായത് ആ പറയുന്ന ആൾ പേപ്പർ 1 എഴുതണം, പേപ്പർ 2 എഴുതണം, ആൻഡ് ദ പേഴ്സൺ ഷുഡ് ഓൾസോ റൈറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പർ 3 എഴുതണം. പേപ്പർ 3 ആണെങ്കിൽ 100 questions, 200 marks, same 2 hours. Then
AO അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ കിട്ടിയ ഒരാൾക്ക് ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കട്ട് ഓഫ് നോർമൽ സാധാരണ കട്ട് ഓഫിനേക്കാൾ ഇത്തിരി വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത ഒരാളാണെങ്കിൽ അയാൾക്ക് പേപ്പർ 4 കൂടി കാണും, ഫിനാൻസ് ആൻഡ് കമ്മീഷൻ. സോ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ കിട്ടിയ ഒരാൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി പേപ്പർ 1 എഴുതണം, പേപ്പർ 2 എഴുതണം. ഹി ഷുഡ് ഓൾസോ റൈറ്റ് he or she should also write general studies, finance and economics. JSOയും AOയും കിട്ടിയ ഒരാൾ ഈ 4 പേപ്പർ എഴുതണം എന്നുള്ളതാണ്. ഓക്കെ, സോ 100 ക്വസ്റ്റ്യൻസ് ആണ് ഫിനാൻസ് ആൻഡ് ഇക്കണോമിക്സിന് വരുന്നത്. ബട്ട് മാർക്സ് 200 ആണ്, വെയിറ്റേജ് കൂടുതലാണ്. 2 hours അഗെയിൻ എക്സാം. ഇതാണ് tier 2 എക്സാം. സോ now നമ്മളൊന്ന് നോട്ട്സ് നോക്കാം. tier 1 and tier 2 will consist of objective type multiple choice questions ആണ്. In tier 1 there will be negative marking, that is 0.50. 2 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻ വരുന്നത്. 0.50 ആണ് നെഗറ്റീവ് മാർക്ക്, that is 1/4. Tier 2 there will be negative mark of 0.25 for each wrong answer in paper 2. Paper 2 English ലാംഗ്വേജിന് 1 മാർക്ക് വീതമാണ് ഒരു ചോദ്യത്തിന് വരുന്നത്. 0.25 ആണ് നെഗറ്റീവ് മാർക്സ് വരുന്നത്. അതേസമയം 0.5 marks for each wrong answer in paper 1, paper 3 and paper 4. Paper 1, paper 3, paper 4 എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർക്കും അതേപോലെ തന്നെ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർക്കും പിന്നെ മാത്സ് പേപ്പറും ആണ്. ഇതിന്റെ എല്ലാം ടോട്ടൽ മാർക്സ് 200 ആണ്. ടോട്ടൽ മാർക്സ് 200ഉം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 100 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതായത് ഓരോ ചോദ്യത്തിനും 2 മാർക്കും. അതിന്റെ 1/4 ആണ്, ദാറ്റ് ഈസ് 0.5 ആണ് നെഗറ്റീവ് മാർക്സ് വരുന്നത്. ഇനി അടുത്തത് ഇൻ tier 2 paper 3 will be only for those candidates who apply for the post of JSO and JSO in the Ministry of Statistics and Program Implementation and Statistical Investigator grade 2 in the Office of Registrar General of India, Home Affairs, who are shortlisted in tier 1 for this post. So the point is tier 2 ലെ പേപ്പർ 3 എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. JSO കിട്ടിയ ഒരാളും അഥവാ JSO അപ്ലൈ ചെയ്ത ഒരാളും JSOയുടെ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത ഒരാളും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 കട്ട് ഓഫ് ക്ലിയർ ചെയ്ത ഒരാൾക്ക് മാത്രമേ ഇത് എഴുതുള്ളൂ. അല്ലാതെ സാധാരണ വെറും ബാച്ചിലേഴ്സ് ഡിഗ്രി വെച്ച് അപ്ലൈ ചെയ്ത ഒരാൾക്ക് tier 2 പേപ്പർ 1ഉം പേപ്പർ 2 മാത്രമേ ഉള്ളൂ. ഇനി tier 2 പേപ്പർ 4 will be only for those candidates who are shortlisted in tier 1 for paper 4 for the post of assistant audit officer or assistant accounts officer. AO പോസ്റ്റ് കിട്ടിയ ഒരാൾ അല്ലെങ്കിൽ AO പോസ്റ്റിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരാൾക്ക് മാത്രമേ പേപ്പർ 4 ഉള്ളൂ എഴുതണ്ടു. അല്ലാതെ കോമൺ കാൻഡിഡേറ്റ്സിന് ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. കോമൺ കാൻഡിഡേറ്റ്സിന് 2 പേപ്പറേ വരുന്നുള്ളൂ, പേപ്പർ 1 ആൻഡ് പേപ്പർ 2, ദാറ്റ് ഇസ് മാത്സ് ആൻഡ് ഇംഗ്ലീഷ്. Now scheme of tier 3 examination. Tier 3 examinationന്റെ സ്കീം നമുക്ക് നോക്കാം. ദിസ് ഇസ് പെൻ ആൻഡ് പേപ്പർ മോഡ് ആണ്. സോ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ട്രഡീഷണൽ ടൈപ്പ് പെൻ ആൻഡ് പേപ്പർ മോഡിലേക്ക് പോവാണ്. കാരണം ഇത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ്. ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി 2 ഭാഷയിലാണ് എഴുതാൻ പറ്റുന്നത്. ആൻഡ് ജനറലി അവർ ചോദിക്കുന്നത് എസ്സേ ആകാം, പ്രിസി ആകാം, ലെറ്റർ, ആപ്ലിക്കേഷൻ എക്സെട്ര. മാക്സിമം മാർക്സ് 100 ആണ് ആൻഡ് ടൈം അലോട്ടഡ് 1 hour. ഇതിൽ പറയുന്നത് കണ്ടോ, കാൻഡിഡേറ്റ് മസ്റ്റ് നോട്ട് റൈറ്റ് എനി പേഴ്സണൽ ഐഡന്റിറ്റി, നെയിം, റോൾ നമ്പർ, മൊബൈൽ നമ്പർ, അഡ്രസ് എക്സെട്ര ഇൻസൈഡ് ദി ആൻസർ ഷീറ്റ്, ദാറ്റ് ഇസ് tier 3. Failure to adhere to these instructions will be treated as unfair means and such candidates will be awarded 0 marks. അപ്പോൾ പേഴ്സണൽ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന രീതിയിൽ ഒന്നും തന്നെ ആൻസർ ഷീറ്റിൽ എഴുതാൻ പാടില്ല. പെൻ ആൻഡ് പേപ്പർ മോഡിലെ ഈ ആൻസറിൽ, ഈ ടെസ്റ്റ് പേപ്പറിൽ അങ്ങനെയാണെങ്കിൽ unfair means UFM ആക്കും and candidate will be awarded 0 marks. That is only during tier 3. Now we move on to tier 4. Tier 4 നമുക്ക് സ്കിൽ ടെസ്റ്റ് ആണ് വരുന്നത്, കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആണ്, പിന്നെ ഡേറ്റ എൻട്രി, സ്പീഡ് ടെസ്റ്റ് ആണ് will be conducted. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു SSCയുടെ സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് tier 1, tier 2, tier 3, tier 4. ഇതാണ് SSC CGLന്റെ ഒരു സ്ട്രക്ചർ അഥവാ സ്കീം ഓഫ് ദി എക്സാമിനേഷൻ എന്ന് പറയുന്നത്. നേരത്തെ അപ്ലൈ ചെയ്യാം. ഇഫ് യു ഹാവ് നോട്ട് അപ്ലൈഡ്, ഇപ്പോഴും നിങ്ങൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ദയവേത് നേരത്തെ അപ്ലൈ ചെയ്യുക. എനിത്തിങ് ക്യാൻ ഹാപ്പൻ വിത്ത് ദി വെബ്സൈറ്റ്. ഓക്കെ, I hope this was useful. Thank you.